താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ പ്രശസ്തനായ പ്രൊഡ്യൂസർ ഞങ്ങളുടെ സ്വന്തം സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ. സുരേഷ് ഏട്ടാ, ഒരു ഫോർമാലിറ്റി ഇല്ല, താരപ്പകിട്ടിലേക്ക് സ്വാഗതം. എത്രയൊക്കെ സിനിമ സമരം പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൂജ അറ്റൻഡ് ചെയ്യും സുരേഷ് ഏട്ടൻ്റെ സിനിമയുടെ. ഇപ്പോൾ ഇന്നലെ നടന്ന ആ പൂജയുടെ ഒരു വിശേഷം എന്ന് പറയുകയാണെങ്കിൽ കുറേ ഷോർട്ട് ഫിലിംസ് കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതായത് നമ്മൾ അതിപ്പം രേവതി കലാമന്ദിർ അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, രേവതി കലാമന്ദിർ ഫിലിം അക്കാഡമിയുടെ പ്രൊഡക്ഷനാണ്. എനിക്ക് എൻ്റെ ബാനർ രേവതി കലാമന്ദിർ പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെ 2 ബാനറുണ്ട്. ഇത് രേവതി കലാമന്ദിർ ഫിലിം അക്കാഡമി, ഞങ്ങൾക്കൊരു ഫിലിം അക്കാഡമിയുണ്ട്. അപ്പോൾ ആ ഫിലിം അക്കാഡമിയിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനെ വെച്ച് നമ്മൾ തന്നെ ചെയ്യുന്ന സിനിമയാണ് ഇത്. എന്താണ് അത് ഓൺലൈനിൽ പ്രൊസീജിയർ? അതെ അത് ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 7 സിനിമകളാണ് അതിൻ്റെ അകത്തുള്ള 7 ഷോർട്ട് ഫിലിംസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണം വളരെ ലെങ്തി ആയിട്ട് നമ്മുടെ സണ്ണി ജോസഫിൻ്റെ സിനിമയാണ്. അത് ഒരു സിനിമയായിട്ടും 2 ഭൂമിയുടെ ഉപ്പ്. അത് കഴിഞ്ഞ് വേറെ 2 ഒരു 30-35 മിനിറ്റുള്ള 2 സിനിമ എടുത്തിട്ട് ഞങ്ങളതൊരു ഫീച്ചർ ഫിലിമാക്കി, ചിൽഡ്രൻസ് ഫിലിമാക്കി ചെയ്യുന്നുണ്ട്. അല്ലാതൊരു സിനിമയും കൂടെ വരും. അങ്ങനെ 3 സിനിമ ആകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ലെങ്ത് നോക്കിയിട്ട് ഒരു ആന്തോളജി പോലെ ഇത് 3 കോർത്തിണക്കിക്കൊണ്ട് സെൻസർ ചെയ്ത് തിയേറ്ററിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ തിയേറ്ററിൽ മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ ഒരു സാങ്കേതിക ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻ്റ് കൊണ്ട് ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ റിലീസ് വരുന്നുണ്ട്. അതെ, ലീല അവർ പക്ഷേ ഓൺലൈനിൽ റിലീസ് ചെയ്യാൻ ആദ്യം തീരുമാനിച്ചില്ലെങ്കിൽ കൂടിയും ഇപ്പോൾ പിന്നെ ആലോചിക്കുകയായിരുന്നു. അവസാന മിനിറ്റിലാണ് അത് ലീല ഇത് ചെയ്തത്. ഇത് നമ്മൾ ഓൺലൈനിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന, ആദ്യമേ ഫോക്കസ് ചെയ്യുന്ന അതിലോട്ട്. ഓൺലൈനിലെന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ള സാധ്യതകളുള്ള ഒരു ഫീൽഡാണ്. ലോകത്തെല്ലായിടത്തും. അതായത് ഇപ്പം നമ്മൾ കേരളത്തിൽ പടം റിലീസ് ചെയ്ത് പിറ്റേ ദിവസം കർണാടകയിൽ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുന്ന് വ്യാജ VCDയും DVD ഒക്കെ ഇറങ്ങുകയാണ്, റോഡിലിട്ട് വിൽക്കുകയാണ്. ഇതൊരെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സിനിമയെ കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വിഷമമാണ്, മാറാത്തൊരു വിഷമം. അതിവിടെ അല്ല, അതിൻ്റെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചെത്തിയത് ഇപ്പം ബാംഗ്ലൂരിൽ നമ്മൾ റിലീസ് ചെയ്യേണ്ടെന്ന് വരെ തീരുമാനിച്ചിരിക്കുകയാണ് സിനിമകൾ. പക്ഷേ പ്രൊഡ്യൂസർമാർ ലാസ്റ്റ് മിനിറ്റിൽ കാശില്ലാത്തതുകൊണ്ട് ആരെങ്കിലും വന്ന് വില പറയുമ്പോഴത്തേക്ക് അത് കൊടുക്കുമ്പം ഇത് റിലീസ് ചെയ്ത് 3-ൻ്റെ അന്ന് ഇവിടെ വ്യാജ VCDയും DVD ഒക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഭീമമായ നഷ്ടം പ്രൊഡ്യൂസർക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ റിലീസ് ചെയ്താൽ ഒറ്റ പ്രാവശ്യം ഡൗൺലോഡ് ചെയ്ത് കാണാൻ മാത്രം പറ്റുന്ന, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലീല ഇറങ്ങിക്കഴിഞ്ഞ് ലീലയ്ക്ക് പറ്റിയതെന്ന് വെച്ചാൽ ലീലയുടെ പടം ഡൗൺലോഡ് ചെയ്ത് അത് വ്യാജൻ ഇറക്കി. അപ്പോൾ അതിനുള്ള അടുത്ത ടെക്നോളജി ചില കമ്പനികൾ ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സ് പോലെ ലോകം മുഴുവൻ വിതരണം ചെയ്യുന്ന അമേരിക്കൻ കമ്പനിയുണ്ട്. അവർ ലോകത്ത് മുഴുവൻ ഇതുപോലെ ഓൺലൈൻ വിതരണം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പണ്ട് ഈ മൊബൈൽ ഫോൺ വന്ന് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന താമസം നമുക്ക് എടുക്കും. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നപ്പോൾ STD ബൂത്തുകൾ ധാരാളം ഉണ്ട്. അതുപോലെ STD ബൂത്ത് പോലും കേരളത്തിൽ കാണാനില്ല, താമസം. അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു 100 അടി മുമ്പോട്ട് എറിഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതെല്ലാ കാര്യത്തിലും ഉണ്ട്. കാര്യം നമ്മൾ മലയാളികളും സിനിമ ഒന്ന് ആഗ്രഹിക്കണം, ചെയ്യണമെന്ന് പല ആൾക്കാരും ആലോചിച്ചപ്പം 21 വയസ്സാവുന്നതിന് മുമ്പ് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു സുരേഷ്. അതൊരു ചരിത്രമാണ്. കുറേ അതൊക്കെ ശരിക്കും അത് നമ്മുടെ ഒരു ചങ്കൂറ്റത്തിൻ്റെ പുറത്ത് ചാടി ഇറങ്ങി നമ്മൾ സിനിമ ചെയ്യാൻ പോയതാണ്. ഈ ഓൺലൈൻ എന്ന് പറയുന്നത് അടുത്ത ഫ്യൂച്ചർ ടെക്നോളജിയും സിനിമയ്ക്ക് പാരലായിട്ട് പോകാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും ഈ ഓൺലൈൻ ഫിലിം മേക്കിംഗ്. അതിന് വേണ്ടിയിട്ടുള്ള സിനിമകളുണ്ടാവും, കോസ്റ്റ് കുറച്ച് സിനിമ ഉണ്ടാവും. വെറുതെ നമ്മൾ ഈ പോസ്റ്റർ ഒട്ടിച്ച് കളയുന്ന കാശ്, അത് തന്നെ എൻവയറമെൻ്റൽ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ട്. അതെല്ലാം നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് അതെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പരസ്യം ചെയ്തുകൊണ്ട് നമ്മൾ സിനിമ റിലീസ് ചെയ്യുമ്പോൾ 100 രൂപ കൊടുത്ത് നമ്മൾ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും കാറ് കൊണ്ട് പാർക്ക് ചെയ്യാതെ ഓരോ തിയേറ്ററിൻ്റെ നടയിൽ കൊണ്ടിട്ടുകൊണ്ട് സ്വന്തം അടുക്കളയിലിരുന്ന കോഫിയും കുടിച്ച് ഇത് കാണാം. അതുകൊണ്ടുള്ള മെച്ചം കുറേ ഉണ്ട്. പിന്നെ തിയേറ്ററിലുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണാം. അപ്പം നമ്മളിപ്പം ശരിക്കും ചെയ്യാൻ പോകുന്നത് KSFTCയിലെ തിയേറ്ററുകളിലും കൂടെ ഈ പടം റിലീസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർ തിയേറ്റർ തരില്ല എന്ന് വെച്ചാൽ ഇതൊക്കെ പുതിയ മുഖങ്ങളും പുതിയ ആൾക്കാരും ചെയ്യുന്നതുകൊണ്ട്
വലിയ തിയേറ്റർ കിട്ടാൻ നമുക്ക് പ്രയാസമുണ്ടാവും. ഇപ്പം നമുക്ക് അത്രയും പരിചയം ഉണ്ടായിരുന്നിട്ട് കൂടി ഇപ്പം തന്നെ ഇൻഡസ്ട്രി ഭയങ്കര ഒരു പ്രതിസന്ധിയിലാണ്. സാറ്റലൈറ്റ് റൈറ്റിൻ്റെ വിൽപ്പന നടക്കുന്നില്ല. ആളുകൾ ദിവസവും വരുന്നുണ്ട്. മിനിമം ഒരു 5 പേര് കൊച്ചിയിലോ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും പെട്ടിയായിട്ട് ഇറങ്ങുന്നുണ്ട് സിനിമ പിടിക്കാനായിട്ട്. പക്ഷേ ഈ സിനിമകളൊക്കെ പിടിക്കുന്നതല്ലാതെ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ് പോകുന്നില്ല, ഒരു റൈറ്റും പോകുന്നില്ല, തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അപ്പം പിന്നെ അവസാന മിനിറ്റിൽ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റുകാരൻ വന്നാൽ ഫുൾ റൈറ്റ് നമ്മൾ എഴുതി വെക്കുക. അതായത് നാളെ പടം റിലീസ് ചെയ്യണമെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയാണ് 99 കൊല്ലത്തേക്ക് മുഴുവൻ. അതായത് പിന്നെ നാളെ മുതൽ നമ്മുടെ കയ്യിലല്ല ഈ സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്, ഓൺലൈൻ റിലീസ് വരുമ്പോഴത്തേക്ക് എല്ലാ റൈറ്റും നമ്മൾ ഹോൾഡ് ചെയ്യാം. DVD, VCD മറ്റ് എന്ത് റൈറ്റ് ഉണ്ടെങ്കിലും അത് നമ്മുടെ കാണും. ഈവൻ സാറ്റലൈറ്റ് റൈറ്റ് വരെ നമുക്ക് ഓൺ ചെയ്യാം. അഡ്വർടൈസ്മെന്റിന്റെ സാധ്യതകളുണ്ട്. അപ്പം അതിൽ കൂടെ ഇപ്പം നമുക്ക് തന്നെ അഡ്വർടൈസ്മെൻറ്റ് പിടിച്ച് ഇതിൻ്റെ അകത്തൂടെ ഇട്ടിട്ട് നമുക്ക് പടം ഓൺലൈനിൽ വിടാം. അപ്പോൾ അങ്ങനെ ഒത്തിരി അനന്ത സാധ്യതകളുള്ള ഒരു ലൈനാണ് അത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 വർഷം 2020 ആകുമ്പോഴത്തേക്ക് ഇത് വലിയ നിലയിൽ ഇന്ത്യയിൽ ഇതിൻ്റെ മാർക്കറ്റ് പിടിച്ചത്. നേരത്തെ പറഞ്ഞു 5 അല്ലെങ്കിൽ 6 പേര് ഒരു ദിവസം പെട്ടിയായിട്ട് ഇറങ്ങുന്നുണ്ട് പടം പിടിക്കാനെന്ന്. ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ സിനിമയുടെ എല്ലാ മേഖലയും മനസ്സിലാക്കിക്കൊണ്ട് വേണം അറിയാൻ, വരും വരായികളും ലാഭനഷ്ടങ്ങളും ഒക്കെ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു പ്രൊഡ്യൂസറെ എങ്ങനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സേവ് ചെയ്യും? കാര്യം കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്, തിരിച്ച് പെട്ടെന്ന് ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു മേഖലയല്ല. അപ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു റിഫ്രഷ്മെൻറ്റ് കോഴ്സോ അങ്ങനെ കോഴ്സൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. ഞങ്ങളൊരു കൗൺസിലിംഗ് ഉണ്ട് അവിടെ. എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ പുതിയ പ്രോജക്ട്സ് എല്ലാവരും സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ പ്രോജക്ട്സ് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്നിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറിനെ വിളിക്കും. പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് ഈ പ്രോജക്റ്റ് നോക്കിയിട്ട് ഇതിൻ്റെ വൈരുമരായികളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ പറയാൻ ഞങ്ങൾ ഇവരെ വിളിക്കുമ്പോൾ തന്നെ ഇവരുടെ വിളിയിൽ നിന്ന് ഇവരെ ഫീഡ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ഒരു ജോലിയും കൂലി ഇല്ലാത്ത കുറേ പേരാണ് ഇരിക്കുന്നത്. പുതിയതായിട്ട് വരുന്നവരോട് അവർക്ക് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്നും പറഞ്ഞ് ഇറങ്ങി വന്നോളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളെ ഉണ്ടിത്തള്ളി പരീക്ഷാ ഹാളിലേക്ക് വിടുന്നത്. അപ്പോൾ ഇവർ വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ചോദിക്കും, ഇത് സാറ്റലൈറ്റ് റൈറ്റ് പോകില്ല, നിങ്ങൾക്ക് വേറൊരു ബിസിനസ് ആവില്ല, തിയേറ്റർ കിട്ടില്ല, ഇതെല്ലാം പറഞ്ഞാലും ശരിയല്ല സാർ, ഒരു കുഴപ്പമില്ല, എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് മുഴുവൻ പൈസയുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇത് റിലീസ് ചെയ്യാനെന്ന്. ഇത് പറഞ്ഞ് വിടും. ഇവർ പോവും, സിനിമ എടുത്ത് ഒരു പകുതിയാകുമ്പോഴോ 1/4 ഭാഗമാകുമ്പോഴോ അല്ലെങ്കിൽ തീർത്ത് കഴിഞ്ഞിട്ടോ തിരിച്ചു വരാറുണ്ട്. പിന്നെ എത്രയോ പേര് തിരിച്ചു വരും. എന്നിട്ട് പക്ഷേ അവർ ഒന്നുകിൽ അവർ പറ്റിക്കപ്പെടും, അല്ലെങ്കിൽ അവർക്ക് കാശ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ ബിസിനസ്, നമ്മൾ പറഞ്ഞ പോലെ ബിസിനസ് നടക്കാതിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട് ഇവിടെ. ചുരുക്കം ചില കമ്പനികൾ ചെയ്യുന്ന പടങ്ങൾ മാത്രം. അതായത് നമ്മുടെ ഓവറോൾ സക്സസ് പെർസെൻ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 8 കൊല്ലത്തെ എടുത്തു കഴിഞ്ഞാൽ 8% കൂടുതലില്ല. ഒരു നിർമ്മാതാവാണ് ഫൈനലി സിനിമ സഹിക്കേണ്ടത്. റിലീസ് കഴിഞ്ഞു ഒരു സംവിധായകൻ അടുത്ത സിനിമയിലോട്ട് പോകും, പക്ഷേ പ്രൊഡ്യൂസർക്ക് കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നും എങ്ങനെ ഈ 8% എങ്ങനെ ഉയർത്തും? എത്രത്തോളം അതിനെ രക്ഷിക്കാൻ പറ്റും? എന്താണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണ്ടെത്തിയ ഒരു പോംവഴി എന്ന് പറയുന്നത്? നമുക്കങ്ങനെ നമ്മുടെ കയ്യിൽ മാജിക് ബാൻഡൊന്നുമില്ല ഇത് 8 എന്നുള്ളത് 80% ഇവിടെ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കോസ്റ്റ് കുറവായിരുന്നു. കറക്റ്റ്. കോസ്റ്റ് കുറച്ച് പടം എടുത്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മിക്കവാറും ഒരു 50% സക്സസ് ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഞാൻ ഒരു 80s 70s മുതൽ 80s വരെയുള്ള കാലഘട്ടത്തിൽ, അത് വേണമെങ്കിൽ നമ്മുടെ ഒരു സുവർണ കാലഘട്ടം 80 to 90 നല്ല രീതിയിൽ വളരെ കോസ്റ്റ് കുറവ്. ഞാനൊക്കെ മോഹൻലാലിനെ വെച്ച് വിഷ്ണുലോകം എന്ന പടം എടുക്കുന്നത് 38 ലക്ഷം രൂപയ്ക്കാണ് ഫസ്റ്റ് കോപ്പി. അപ്പം പൂച്ചക്കിൻ്റെ മൂക്കത്തേക്ക് നമ്മളെടുത്തത് 7,70,000 രൂപയാണ്. അപ്പോൾ ഇന്നൊന്നും നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കില്ല അങ്ങനത്തെ സിനിമ. ബട്ടർഫ്ലൈ എന്ന് പറയുന്ന പടം 93 എടുക്കുമ്പോൾ എനിക്ക് 65 ലക്ഷം രൂപയായിരുന്നു. അപ്പം അങ്ങനത്തെ സിനിമകൾ എടുത്തപ്പോഴെല്ലാം നമുക്ക് പ്രോഫിറ്റായിരുന്നു. ഈ അങ്ങോട്ട് പോകുന്നവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ താരങ്ങൾ വില കൂട്ടി, ടെക്നീഷ്യൻസ് വില കൂടി, എക്യുപ്മെൻസിൻ്റെ കൂടി, ബാറ്റ കൂടി, എല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസത്തെ നമ്മുടെ ഒരു സിനിമ ഒരു ദിവസം നമുക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപയാണ്. ഇപ്പം ഇന്ന് 2.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ വരുന്നുണ്ട്. പിന്നെ ആളുകൾ 150-160 പേരാണ് ഒരു യൂണിറ്റിനകത്തുള്ളത്.
എന്തിനാണ് ഇത്ര ആൾക്കാർ? അപ്പം ഇതെല്ലാം നമ്മൾ പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം കൂടി, എല്ലാ മേഖലയിലും കൂടി. പിന്നെ നമ്മുടെ പ്രൈസ് ഇൻഡെക്സ് ഒക്കെ കൂടി, പെട്രോളിൻ്റെ വില എല്ലാം അതനുസരിച്ച് കൂടി, എല്ലാ ഏരിയയിലും കൂടി. അപ്പോൾ കൂടുതൽ വന്നപ്പോൾ അതനുസരിച്ച് നമ്മുടെ ബിസിനസ് കൂടിയില്ല, സിനിമ കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയില്ല, ടിക്കറ്റിൻ്റെ ചാർജ് മാത്രമേ കൂടിയുള്ളൂ. ആൾക്കാരുടെ എണ്ണം അന്നും ഇന്നും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. ടിക്കറ്റിൻ്റെ ചാർജ് കൂടി. അന്ന് 10 രൂപ ആയിരുന്നില്ല, 20 രൂപ ആയിരുന്നു, 100 രൂപ, 150 രൂപ, മൾട്ടിപ്ലക്സിൽ 200, 220 രൂപ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ വ്യത്യാസം നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഇന്ന് 10 കോടിയും 20 കോടിയും 25 കോടി രൂപയ്ക്ക് ഒരു പടം ഇപ്പോൾ വരാൻ പോവുകയാണ്. അപ്പം അതൊക്കെ അതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഒരു ചങ്കൂറ്റാണ് അത്രയുള്ള പടം എടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ കയ്യിലൊരു മാജിക് വാൻഡൊന്നുമില്ല ഇതിപ്പം ഇങ്ങനെ പിടിച്ച് എല്ലാവർക്കും ചെയ്തു കൊടുക്കാനായിട്ട്. ഞങ്ങൾക്ക് വരെ ഗൈഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊരു കുഴിയാണ്, ഇതിൻ്റെ അകത്ത് ചാടരുതെന്ന് പറഞ്ഞാൽ അവരത് ചാടിയിട്ടേ പോകത്തുള്ളൂ. അപ്പം കയ്യും കാലും ഒടിയുന്നത് ചിലപ്പോൾ കയ്യും കാലും എല്ലാം കൂടെ ഒടിഞ്ഞ് താഴെ വീഴും. അത് പറ്റാറുണ്ട്, അത് സംഭവിക്കാറുണ്ട്. എത്ര പറഞ്ഞാലും അവർക്ക് ഒരാൾ മുമ്പോട്ട് കാലെടുത്ത് വെച്ചാൽ ഒരു പ്രൊഡ്യൂസറും പിന്നോട്ട് വലിച്ചു പോയ ചുരുക്കമാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ അവിടെ ഇരിക്കുമ്പം ഒരാളെങ്കാണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചു പോയത്, വേണ്ടാന്ന് വെച്ചിട്ട്. അല്ലാതെ പോയ മുഴുവൻ ഒരു 3/4 ഭാഗവും നഷ്ടത്തിലായിരുന്നു. തീർച്ചയായിട്ടും അവരെയൊന്നും പിന്നെ കാണാൻ പോലും ഇല്ല. അവരെ മൊബൈൽ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടത്തില്ല. എല്ലാവർക്കും അറിയാമല്ല ഇത് ഇൻഡസ്ട്രി. ഇപ്പോൾ തന്നെ ഒരു 2013, 14, 15 എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 200 സിനിമകളെങ്കിലും സാറ്റലൈറ്റ് പോകാതെ കിടപ്പുണ്ട്. ഇപ്പോൾ അതിൽ കൂടുതലായി കാണും. എന്നുവെച്ചാൽ നമ്മളൊരു റഫായിട്ടൊരു കണക്ക് ഞാൻ പറയാം. അപ്പോൾ ഇതൊന്നും തിയേറ്ററിൽ വരുന്നില്ല, ആർക്കും വേണ്ട, തിയേറ്ററുകാർക്കും വേണ്ട. ഒരിടയ്ക്ക് സാറ്റലൈറ്റ് എല്ലാ ചാനലുകാരും സാറ്റലൈറ്റ് വാങ്ങിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ വില അങ്ങ് കൂടി. ഇതിൻ്റെ കാശ് വെച്ച് സിനിമ എടുത്ത് ആൾക്കാർ അവർക്ക് ഒത്തിരി കാശ് നഷ്ടമായി. അവർക്ക് ടേബിൾ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ ഒത്തിരി പേര് കാശുണ്ടാക്കി പോയവരുണ്ട്. അതിൻ്റെ ഒഴുക്കിൽ വന്നവർ പലതും വെള്ളച്ചാട്ടത്തിൽ വീണ് പോയിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ സിനിമയിൽ ഇൻഡസ്ട്രിയിൽ വന്ന കാലം തൊട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ചരിത്രം എഴുതാം. വർഷങ്ങളായി നല്ല കൂട്ടുകെട്ട്, ഊഷ്മളതയാർന്ന കൂട്ടുകെട്ട്, ഒരുപാട് സംഭവങ്ങൾ. എന്നാണ് മനസ്സിൽ ആദ്യമായിട്ട് സിനിമയാണ് എൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞത്? എന്താണ് അതിശയിപ്പിച്ചത് സുരേഷ്? അതൊരു വലിയ എന്താണ് നിമിത്തം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ കൂടെ സിനിമയ്ക്ക്, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അപ്പി രാധാകൃഷ്ണൻ എന്നാണ് പറയുന്നത്. അപ്പം പുള്ളിയും കൂടെ സിനിമയ്ക്ക് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ ഒരു ഹാർഡ് കോർ പ്രേംനസീർ ഫാനായിരുന്നു. അപ്പോൾ പ്രേംനസീറും ജയഭാരതിയും ഇറങ്ങിയ സിനിമകൾ കാണുക എന്ന് പറയുന്ന ആദ്യത്തെ ദിവസം കണ്ടില്ലേ പിന്നെ നമുക്ക് പോയി. അപ്പം അങ്ങനെ ഒരു ദിവസം പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അപ്പയെടുത്ത് പറയുന്നത്, നമുക്ക് വലുതാവുമ്പം നമുക്ക് നസീർ സാറിനെ ഹീറോ ആക്കി, ജയഭാരതിയെ ഹീറോയിനാക്കി, ശശികുമാർ സാറിനെ കൊണ്ട് നമുക്കൊരു പടം എടുക്കണം. അത് നമ്മുടെ കൊച്ചിലെ, ഞാൻ പറയുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ അന്ന് ഇത് ഒരിക്കൽ ചിലപ്പോൾ ഒരു സിനിമ ക്രേസ് തോന്നിയിട്ടായിരിക്കാം. അന്ന് നമ്മൾ ഇതൊന്നും വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞ് എനിക്കൊന്ന്, ഞാനന്ന് 8ാം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു 14 വയസ്സ് കാണും, 13-14 വയസ്സ്. അത് കഴിഞ്ഞ് നമ്മൾ 6 വർഷം കഴിഞ്ഞ് ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങുകയാണ്. അതായത് 20 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങി. ഒരു 24 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ നസീർ സാറിനെ വെച്ചൊരു പടം എടുത്തു. എങ്ങനെ സുരേഷ് അതിൻ്റെ ഡിസ്കഷൻസും അതെങ്ങനെയായിരുന്നു? അത് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നസീർ സാർ സംസാരിക്കുന്നു. നസീർ സാറിനെ ഞാൻ പരിചയപ്പെടുന്നത്, ഞാൻ സാറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാറെന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ ചെന്ന് ഇപ്പോൾ മോഹൻലാലിനെ കാണാൻ ആൾക്കാർ വന്ന് കൂകി വിളിക്കുന്ന പോലെ നമ്മളും തിയേറ്ററിൽ പോയി ബഹളവും. അന്ന് നമുക്ക് എറിയാൻ കടലാസ് ഇതൊന്നുമില്ല, വെറും പേപ്പറൊക്കെ ചുരുട്ടിയാണ്. ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എൻ്റെ ഉപ്പളം റോഡിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നത്. പ്രേംനസീർ കൃഷ്ണൻ എന്നാണ് പുള്ളിയുടെ. ഇപ്പോഴും ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എപ്പോഴും സിനിമയെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിലും പടം റിലീസ് ചെയ്യുമ്പോഴൊക്കെ കൃഷ്ണനെയാണ് നമ്മൾ വിളിക്കുന്നത്, എങ്ങനെയെന്നറിയാം. അപ്പോൾ കൃഷ്ണൻ ആദ്യമേ പോയിന്ന് ടിക്കറ്റ് ക്യൂവിൽ നിന്ന് തള്ളി ടിക്കറ്റ് എടുക്കും. അതിൻ്റെ ഒപ്പം നമ്മൾ ഓടും. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കള്ളം പറഞ്ഞും ഒക്കെ ഇറങ്ങി വേണം പോകാനായിട്ട്. അപ്പോൾ അതിന് സമയം എടുക്കും. പുള്ളിക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് പുള്ളി നേരത്തെ പോയി അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിനകത്ത് കയറി. നസീർ സാറിനെ കാണുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ആരവമാണ്. അപ്പം അത് കുറേ നേരം ഉണ്ടാവും, പാട്ട് സീനിലും ഒക്കെ. അന്ന് ഇതുപോലത്തെ സാധാരണ സെറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന
പാട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പേപ്പറും കടലാസും ഒക്കെ വലിച്ച് ചുരുട്ടി എറിഞ്ഞ് വലിയ ബഹളമാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ സാറിനെക്കുറിച്ചുള്ള വലിയ സങ്കല്പങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ തിരനോട്ടം എന്ന് പറഞ്ഞ പടം ചെയ്യാനായിട്ട് മദ്രാസിൽ ചെല്ലുമ്പോൾ സാറിനെ കാണാനായിട്ട് മഹാലിംഗപുരത്ത് സാറിൻ്റെ വീട്ടിനാണ് അറിയുന്നത്. അതായത് അയ്യപ്പൻ കോയിലിൻ്റെ അടുത്താണ് നസീർ സാറിൻ്റെ വീട്. അപ്പം സാറിൻ്റെ വീട്ടിനടയിൽ പോയി നിന്നിട്ടുണ്ട്. അപ്പം അന്ന് സാറിനെ 1-2 പ്രാവശ്യം പോയിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ പിന്നെ അവസാനം നമ്മൾ ചെന്ന് സാറിനെ കാണുകയും സാറ്, ഞാൻ, അശോക്, പ്രിയ, ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. പോയി കണ്ടിട്ട് സാറ് കുറേ പിള്ളേരെ വന്നു കണ്ടു, ഞങ്ങൾ പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാണ് ഈ സിനിമ എടുക്കാൻ പോകുന്നത്. അന്ന് തിരനോട്ടം എന്ന് പറയും പടം എടുക്കുന്ന സമയത്ത് സിനിമയെക്കുറിച്ച് ABCD നമുക്ക് അറിഞ്ഞുകൂടാതാണ് സിനിമ ഇറങ്ങാനത്. അങ്ങനെ അപ്പോൾ അതിന് മുമ്പ് എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു 8mm ക്യാമറയുണ്ട്. എൻ്റെ അമ്മാവൻ ഡോക്ടർ സുകുമാരൻ, അദ്ദേഹം എനിക്ക് നോർവേയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ക്യാമറ കൊണ്ടുവന്നു, അതെനിക്ക് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ഈ 8mm ക്യാമറ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. ശരിക്കും മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിച്ച എൻ്റെ ക്യാമറയ്ക്ക് മുമ്പിലാണ്, ഈ 8mm ക്യാമറയ്ക്ക് മുമ്പിൽ വെച്ചിട്ടാണ്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പടിക്കെട്ടുണ്ട്, ആ പടിക്കെട്ടിൻ്റെ താഴെ ഇറങ്ങി വരുന്നത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 8mm എൻ്റെ ഫിലിം വളരെ ചെറുതാണ്, ഇവിടെ പ്രോസസ്സ് ചെയ്യില്ല. ഇത് മദ്രാസിൽ അയച്ച് പ്രോസസ്സ് ചെയ്ത്. പക്ഷേ ഇപ്പം ഞാൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് ദേഷ്യം വന്ന് ഇതൊക്കെ അവിടെ ഇരിക്കുന്ന ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം എടുത്ത് ഇവിടെ കളഞ്ഞു. അത് പിന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അതൊരു അമൂല്യ സമ്പത്തായിരുന്നു. പക്ഷേ ആ ക്യാമറ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ ക്യാമറ എപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി കളക്ഷൻ ഉണ്ട് ക്യാമറയുടെ അന്നത്തിൽ. മനസ്സുകൊണ്ട് ആദ്യമേ ഒരു സിനിമാറ്റോഗ്രാഫർ ആവണം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഇത്രയും ഇഷ്ടം, അതെന്നാണ് സുരേഷ് ചേട്ടന് അങ്ങനെ? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ക്യാമറ എൻ്റെ കിട്ടിക്കഴിഞ്ഞത് മുതലാണ് എനിക്ക് ഫോട്ടോഗ്രാഫിയോട് കൂടുതൽ താല്പര്യം വന്നത്. അപ്പം ഇത് അന്ന് ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയമാണ്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ എന്തോ ചെയ്തു, പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാം എന്നുള്ളൊരു ഫോട്ടോഗ്രാഫി പഠിക്കാൻ അതൊരു ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്കാണ് ഞാൻ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ശംഖുപുഷ്പമല്ല ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ് നമ്മുടെ ചെങ്കൽച്ചുള്ളയിൽ, ഞാൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്, അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത്. സുഹൃത്തുക്കളൊക്കെ MG കോളേജിലും. ആ, എന്നെ MG കോളേജിൽ വിട്ടില്ല. ലാലേട്ടനും പ്രിയൻചേട്ടനും ഒക്കെ MG. ലാല് MG കോളേജിൽ, പ്രിയൻ യൂണിവേഴ്സിറ്റി കോളേജിൽ, പിന്നെ മാർവാൻസിൽ യൂണിവേഴ്സിറ്റിയിലായിട്ടാണ്. അപ്പോൾ എന്നെ വിട്ടില്ല, അച്ഛൻ വിട്ടില്ല എന്ന് വെച്ചാൽ അച്ഛൻ NSSലായതുകൊണ്ട് അച്ഛൻ അവിടെ, ഇനി ഞാനവിടെ പോയി അച്ഛന് ചീത്തപ്പേരുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അച്ഛൻ എന്നെ അങ്ങോട്ട് വിട്ടില്ല. അപ്പം ഈ ക്യാമറ കിട്ടിക്കഴിഞ്ഞത് മുതൽ എനിക്ക് ഭയങ്കര, അപ്പം ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കൂടും. ചില സമയത്ത് കോഫി ഹൗസിലായിരിക്കും, ചില സമയത്ത് ഞങ്ങളെ നമ്മുടെ മാഞ്ഞാലിക്കുളം റോഡിൽ ഞങ്ങളുടെ മോഡൽ കോളേജിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ശശി, അദ്ദേഹം ഇപ്പോൾ അശ്വതി തിരുനാൾ പറഞ്ഞ സ്വാമിജിയാണ്. എനിക്കറിയാം, അവിടെ കൂടുമായിരുന്നു. അപ്പം അന്നത്തെ ശശിയുടെ താവളമായിരുന്നു മോഡൽ കോളേജിൻ്റെ അവിടെ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പഴയ മേയറായിരുന്നു. അപ്പം അവിടെ ഞങ്ങൾ ചെന്നിരിക്കും. അങ്ങനെ ഞങ്ങളൊരു ഭാരത് സിനി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്യുമെൻ്ററിയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ അവിടെ ഞങ്ങൾ നടക്കുമായിരുന്നു. അപ്പം ആ സമയത്താണ് ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ഈ ഇത് ആപ്ലിക്കേഷൻ പോയി പരീക്ഷ എഴുതി നമ്മൾ അയലത്ത് പോലും എത്തിയില്ല, നമ്മൾ പരീക്ഷ പോലും ജയിച്ചില്ല. വലിയ സങ്കടമായിപ്പോയി. അപ്പോൾ എനിക്ക് പിന്നെ വിചാരിച്ചു പിന്നെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കൂടെ നിൽക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ തിരനോട്ടം എന്ന് പറഞ്ഞൊരു ആശയം ഞങ്ങളുടെ ഇടയിൽ വരുന്നത്. ശരിക്കും ഇത് ഈ നമ്മുടെ അശ്വതി തിരുനാൾ അദ്ദേഹമാണ് അത് കൊണ്ടുവരുന്നത്. അശോകും ശശിയും ലാലും ഞാനും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ അശോകിനെ സംവിധാനം ചെയ്യാൻ തീരുമാനത്തിൽ. ഇവർ രണ്ടുപേരും കൂടെ അങ്ങനൊന്നുമില്ല, എല്ലാവരും കൂടെ തീരുന്നത് തീരുമാനിക്കുന്നത്. എൻ്റെ അത് ആർക്കും എൻ്റെ അറിയില്ല. അപ്പോൾ ആർക്കും എന്തോ ആവാമല്ലോ. നമ്മളിപ്പോൾ ഒരു കളിക്കാൻ കയറിയിരിക്കുമ്പോൾ നീ ഞാൻ കുതിര എന്നൊക്കെ പറയണമല്ലോ, അങ്ങനെ ആയതാണ്. അപ്പോൾ എന്നെ പിടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറാക്കി. അപ്പം ലാൽ അതിൻ്റെ അകത്തൊരു റോൾ ചെയ്യുന്നു. അപ്പം പ്രിയനപ്പം ഞങ്ങളുടെ കൂടെ ആയിട്ടില്ല എന്ന് വെച്ചാൽ പ്രിയന് പഠിച്ചോ ARൽ ചില ഈ കോൺട്രാക്റ്റും ഒക്കെ ആയിട്ട് പ്രിയൻ നടക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങളിതിൻ്റെ കാര്യമായിട്ട് മുമ്പോട്ട് നീങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ കോഫി ഹൗസിൽ ചെന്നിരിക്കുമ്പോൾ പ്രിയൻ അപ്പുറത്തിരുന്നുകൊണ്ട് ഇവന്മാർക്ക് എന്ത് സിനിമ അറിയാം, ഇവന്മാരെന്ത് ചെയ്യാൻ പോണു പറഞ്ഞ് ഞങ്ങളെ തെറി പറയാനാണ് പ്രിയൻ്റെ ജോലി. അപ്പം ഞങ്ങളിത് ഒപ്പിച്ചെടുക്കുന്ന പ്രിയൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം സിനിമ ഞങ്ങൾ ഒരു പ്രൊഡ്യൂസറെ കിട്ടി. അങ്ങനെ പാച്ചല്ലൂർ ശശി എന്ന് പറഞ്ഞിട്ട് ഈ പാച്ചല്ലൂരുള്ള അദ്ദേഹം ഒരു കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അദ്ദേഹം ഒന്ന് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗമാണല്ലോ. അപ്പോൾ ഒരു 50,000 രൂപ മുടക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കൂടെ പറഞ്ഞ് അങ്ങനെ പടം തുടങ്ങുകയാണ്.
പടം തുടങ്ങി അതൊരു ആ കഥ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ കുറച്ച് ഈ എക്സിബിഷനിസം ഒരു പെർവേഷനുള്ള ഒരു പെണ്ണിൻ്റെ കഥയാണ്. അപ്പം അന്ന് ഈ എടൻസൊള്ളി പടങ്ങൾ ഇഷ്ടംപോലെ ഇറങ്ങുന്ന സമയമാണ്. നമുക്കറിയാം ഇതിന് സർട്ടിഫിക്കറ്റേ കിട്ടും, അല്ലെങ്കിൽ അതിൽ മോളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ കിട്ടൂ എന്നുള്ള അങ്ങനത്തെ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് അതിൻ്റെ തീം അതായിരുന്നു. അപ്പം ഇത് രാവിലെ ഷൂട്ട് ചെയ്യും, വൈകിട്ടാകുമ്പോൾ ഇതെല്ലാം കൂടെ വലിച്ചു കയറി കളയും. അപ്പം ശരിയാവില്ല, പിടിക്കും. ഇപ്പം ലാലിൻ്റെ വീട്ടിലാണ് ഷൂട്ടിങ്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സെപ്റ്റംബർ 3-ാം തീയതി എങ്ങാണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ലാൽ ആണ് ആദ്യം ഞങ്ങൾ ആറ്റുകാൽ കോവിലിൽ വെച്ച് ഷോട്ട് എടുത്തത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ അന്ന് ലാലിൻ്റെ ഉടമകളുടെ വീട്ടിലാണ് ഞങ്ങളുടെ ഒത്തുകൂടൽ. അപ്പോൾ അവിടെ ഷോട്ട് എടുക്കുന്നു. ലാൽ ഒരു സൈക്കിളിൽ വന്ന് ചവിട്ടി വന്ന് വീഴുന്നതാണ് സീൻ. ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം വളരെ, അതായത് ബുദ്ധി വളരാത്ത ബുദ്ധിമാന്യമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ റോളാണ്. അപ്പോൾ ആദ്യമായിട്ട് ക്യാമറ വെക്കുന്ന ഞാനാണ്. കുമാറാണ് ക്യാമറമാൻ, അശോക് ഡയറക്ടർ, ലാൽ അഭിനയിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ അന്നത്തെ പോലെ അന്ന് സിനിമ എന്ന് പറഞ്ഞാൽ വൈകിട്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ പോകണം. അവിടെ നിന്ന് മുടവമോൾ ജംഗ്ഷനിൽ നിന്ന് ബസ് കയറി തിരിച്ച് വന്ന് ഞാൻ സ്റ്റാച്യൂവിൽ ഇറങ്ങി രാത്രിയിൽ പിന്നെയും വെളുപ്പാങ്കാലം തിരിച്ചു പോകും. ചിലപ്പോൾ ലാലിൻ്റെ വീട്ടിൽ കിടക്കും. അങ്ങനെ ഒരു ഇതായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ഇതിങ്ങനെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് താനും നിന്നുപോയി കാശില്ലാതെ. പിന്നെ അവസാനം ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള ചിന്തയായി. ആരും പൈസ മുടക്കാൻ ആരും വരുന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റുകൾ രവികുമാറും സത്താർ ഒരു ചെറിയ റോളിൽ. രവികുമാർ അന്ന് വലിയ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം മാത്രം വന്ന് 1-2 സീൻ അഭിനയിച്ചിട്ട് പോയതല്ലാതെ ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് മുമ്പോട്ട് പോകാനൊരു വഴിയില്ലാണ്ടായി. അങ്ങനെ കൊല്ലത്തെ തിരുവങ്കടം മുതലാളിയെ പോയി കാണണം. അദ്ദേഹമായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ പടങ്ങൾ ഫൈനാൻസ് ചെയ്തിട്ടുണ്ട്. തിരുവങ്കടം മുതലാളി അവസാനം ഒരു കണ്ടീഷനിൽ കുറേ നാൾ കയറി ഇറങ്ങി. ഞങ്ങളെല്ലാം അവിടെ ചെന്ന് ഇങ്ങനെ രാവിലെ മുതൽ ഇവിടുന്ന് ട്രെയിനിൽ കയറി അവിടെ ചെല്ലും. ഉച്ചയാകുമ്പോഴത്തേക്ക് പുള്ളി നമ്മൾ പോയി ഊണൊക്കെ കഴിച്ചിട്ട് വരാൻ പറയും. ഞങ്ങളവിടെ എങ്ങാനും കയറി വല്ല പരിപ്പ് കടയൊക്കെ കഴിച്ച് അവിടെ ചെന്നിക്കും. അങ്ങനെ അവിടെ ചെന്ന് കാത്തു കെട്ടിക്കിടന്ന് അവസാനം തിരുവങ്കടം മുതലാളി സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പൈസയും തരൂല, നിങ്ങൾ ഇത് പോയി ഇത് തീർത്ത് കൊണ്ടുവരണം. മദ്രാസിൽ പോകണമെങ്കിൽ മദ്രാസിൽ പോയാൽ അവിടെ സ്വാമി ശിവാജി പോയി താമസിക്കാം. നിങ്ങൾക്ക് രാവിലെ വണ്ടി വരും. AVM സ്റ്റുഡിയോയിൽ പോയാൽ അവിടെ ചാപ്പാടുണ്ടാവും. തിരിച്ച് വരാനുള്ള വണ്ടി ഉണ്ടാവും. വണ്ടിക്കൂലി നിങ്ങളുടെ തരൂല, അവിടുന്ന് പ്രൊഡക്ഷൻ മാനേജർ ടിക്കറ്റ് എടുത്ത് തരും. പറഞ്ഞ ഒറ്റ പൈസ. അതായത് പുള്ളി പേടിച്ചു. നമ്മൾ പറഞ്ഞ പീക്കറി പിള്ളേർ അറിയില്ല, അതുപോലെ കുറേ എണ്ണം. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു. അപ്പം നമുക്ക് പൈസ ഒന്നും അല്ല അന്നൊരു പ്രശ്നം. അത് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഷെഡ്യൂൾ ഇവിടെ ഷൂട്ട് ചെയ്തു. ഇവിടെ ശംഖുമുഖത്ത് ഇവിടെയൊക്കെ പാട്ട് MG രാധാകൃഷ്ണനെ കൊണ്ട് 2 പാട്ടൊക്കെ ട്യൂൺ ചെയ്ത്. അപ്പോൾ സ്ക്രിപ്റ്റ് ഫൈനലായിട്ട് തിരുത്തണം. അങ്ങനെയാണ് പ്രിയൻ ഇതിൻ്റെ അകത്ത് വരണം. അപ്പോൾ പ്രിയൻ വരണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നുവെച്ചാൽ പ്രിയം വന്നു കഴിഞ്ഞാൽ എൻ്റെ അവിടുത്തെ ഇതങ്ങ് പോകും. ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്, ഫുൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പ്രിയൻ കയറി വരുന്നു. ഞാനും പ്രിയനുമായിട്ട് കണ്ടാൽ ഉടക്കാണ്. അപ്പോൾ അങ്ങനെ ഇത് ഒരു പരുവെത്തി ഞങ്ങളിതെല്ലാം തീർന്നു. ഞങ്ങളെല്ലാം കൂടെ മദ്രാസിൽ പോകാൻ തീരുമാനിച്ചു. മദ്രാസിൽ പോകാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പം ഞാനങ്ങനെ വളരെ ത്രില്ലടിച്ചിരിക്കുകയാണ്. മദ്രാസിൽ പോകണം, ഡബ്ബിങ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് മദ്രാസിൽ പോകാനൊക്കെ പറഞ്ഞു. അപ്പം ഉച്ചയായപ്പോൾ ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസർ ഒന്നും സുഖമില്ലാതെ ഈ നമ്മുടെ ഗോവിന്ദൻസിൻ്റെ നഴ്സിംഗ് ഹോമിൽ ഇവിടെ കോൺവെൻറ്റ് അദ്ദേഹം കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ അവിടുന്ന് ഫോണിൽ വിളിച്ച്. അന്ന് മൊബൈലൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സുരേഷ് ഒന്ന് ഇതുവരെ വരണം എന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ ലാൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും പോകാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സുരേഷിന് ടിക്കറ്റ് ബുക്ക് ചെയ്യില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് ഇല്ലേ? അപ്പം അത് പ്രിയം പോയാൽ മതി എന്ന്. അപ്പോൾ അശോക് നേരത്തെ പോയി. പ്രിയം വന്നാൽ മതി, സുരേഷ് വരണ്ടെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഇത്രയും ബാക്കി എല്ലാവർക്കും ടിക്കറ്റും ബുക്ക് ചെയ്ത് എനിക്ക് പോകാനും വയ്യാത്ത സ്ഥിതിയായി. അത് പ്രിയം വന്ന് ക്ലീനായിട്ട് സുരേഷ് അതെങ്ങനെ മാനേജ് ചെയ്തു? പോയില്ലേ? അല്ല, ഞാൻ പറഞ്ഞു, അപ്പം പാച്ചൻ്റെ ശശി സുരേഷ് ഒരു കാര്യം ചെയ്യും, സുരേഷ് ടിക്കറ്റ് എടുത്ത് വാ, അവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം.
അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് വിഷമൊക്കെ പറഞ്ഞ് പൈസയൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഞാൻ ലാലും കൂടെ സ്കൂട്ടറിൽ പോയി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങളന്ന് 50 രൂപ ബുക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. ഇനി 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റാണ്. 2nd ക്ലാസ്സും AC ഒന്നും ഇല്ലല്ലോ. അന്ന് നമ്മൾ 38 രൂപയാണ് ടിക്കറ്റ്. 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പേപ്പറൊക്കെ വിരിച്ച് ആ ഫുട്ബോളിൽ എന്നാലും സിനിമയ്ക്ക് വേണ്ടി പോവാണ്. അത് തന്നെ ഞങ്ങൾ സന്തോഷത്തിനൊരു ബിയറൊക്കെ വാങ്ങിച്ച് ആദ്യമായിട്ട് പോവുകയാണ്. അത് ഞങ്ങൾ ഭയങ്കര ഒരു ഭയങ്കര ത്രില്ലിങ് ട്രിപ്പായിരുന്നു. അത് ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പ്രിയനും അശോകും വിളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അന്ന് ഫോണൊന്നും ഇല്ല. പച്ചലൂർ ശശിയുണ്ട്, ഞാനുണ്ട്, ലാലുണ്ട്, പിന്നെ വേറെ 2 വില്യം ഡിക്രൂസ് സാറുണ്ട്, വേറൊരു നാഗപ്പൻ നായരെന്ന് പറഞ്ഞ വേറൊരു ആർട്ടിസ്റ്റ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ദൂരെ നിന്ന് എന്നെ കണ്ടിടമോ അപ്പോൾ എന്നെ അവിടെ ഒരാൾ കൂടുതലായാലും അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജറുടെ പ്രശ്നമാണ്. അങ്ങേരാണെങ്കിൽ ഒരു വെള്ളമില്ലായിട്ട് രാവിലെ വന്ന് നിൽക്കും. അത് ഈ ആളെ കയറ്റി ക്യൂവിൽ ആളെ കയറ്റി വിടണമല്ല നമ്മളെ കയറ്റി. എന്നെ കണ്ട് ഇവന് ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. പ്രിയനും മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ഞാൻ മിണ്ടാനും പോയില്ല. എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. ഒരു ടാക്സി കയറി ഞങ്ങൾ നേരെ സ്വാമി സാജി ചെന്നിറങ്ങും. അപ്പോൾ അവിടെ ചെന്നിട്ടും ആരും എൻ്റെ അടുത്തൊന്നും സംസാരിക്കുന്നു. അപ്പോൾ ലാലുണ്ട്, നീ ചുമ്മാ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ വലിയ വിഷമമായിപ്പോയി. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ടെറസിൽ ഒരു മെയിനായിട്ടൊരു ടെറസുണ്ട്. ടെറസ് കഴിഞ്ഞാണ് ബാത്റൂം, അതിൻ്റെ അപ്പുറത്തെ എൻ്റെ റൂം. അപ്പോൾ ഞാനിങ്ങനെ കുളിക്കാൻ കയറി ബാത്റൂമിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇവർ ഇപ്പുറത്ത് ലാലിന് ചീത്ത പറയും, നിൻ്റെ അടുത്ത് ആരുടെ പറഞ്ഞു ഇവനെ വിളിച്ചോണ്ട് വരാം. അവൻ പറഞ്ഞു ഇവൻ വന്നോണ്ട് നിങ്ങൾക്ക് എന്തെന്ന് പറഞ്ഞു, അവൻ കൂടെ വന്നോട്ട് അവനല്ലേ ജോലി ചെയ്തതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അശോക് ചീത്ത പറയാണ് ലാലിന്. അപ്പോൾ ഞാൻ സത്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. ഈ ബാത്റൂമിനകത്ത് ഞാൻ ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ ഞാനത് വിട്ടു. ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ ആഹാരം കഴിക്കാൻ വന്നപ്പോഴാണ് സംസാരിക്കുന്നില്ല. നേരെ വണ്ടി കയറാൻ നേരത്ത് AVM സ്റ്റുഡിയോയിലോട്ട് പോകണം. ആദ്യമായിട്ടൊരു സിനിമയുടെ എഡിറ്റിംഗ് ശങ്കുണ്ണിയേട്ടൻ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ശങ്കുണ്ണിയേട്ടൻ ഏറ്റവും വലിയ എഡിറ്ററായിരുന്നു. അപ്പം ഞാനവിടെ AVM സ്റ്റുഡിയോയുടെ ഈ കാറിനകത്തിരിക്കുകയാണ്. എങ്കിലും ഞാൻ ഭയങ്കര വിഷമിച്ചാണ് ഇരിക്കുന്നതെങ്കിലും ആ AVM സ്റ്റുഡിയോയിലോട്ട് ആ കാറിങ്ങനെ കയറുമ്പം നാരായണൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവറാണ് ഈ വണ്ടി ഓടിക്കുന്നത്. പഴയ ടാക്സിയാണ്, സ്റ്റാൻഡേർഡ് പഴയ ഒരു വണ്ടി. ഇതിങ്ങനെ പോകുമ്പോഴത്തേ ആ AVM സ്റ്റുഡിയോയുടെ ആ ഗോളം ഇങ്ങനെ AVM തിരിയുന്ന കാണുമ്പോഴത്തേക്ക് നമ്മളെ പ്രതീക്ഷകൾ, അതായത് നമ്മൾ സിനിമാ ലോകത്തേക്ക് നമ്മളും കയറുകയാണെന്നുള്ള, ശരിക്കും നമ്മളിപ്പോൾ അത് കാണിക്കണമെങ്കിൽ ഒരു 10-50 ഷോട്ട് എടുക്കേണ്ടി വരും. നമ്മൾ സ്ലോ മോഷനിൽ തിരിയുന്നതും അത്ര അത് നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഇതിൻ്റെ അകത്തോട്ട് കയറി അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആ എഡിറ്റിംഗ് റൂമിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എഡിറ്റിംഗ് റൂം ഇങ്ങനെ കടന്ന് പഴയ മൂവികൾ ഓടുന്ന സൗണ്ടുകളാണ് ഇങ്ങനെ കേൾക്കുന്നത്. ആ കോറിഡോർ മുഴുവൻ മൂവികൾ. അവിടെ അന്ന് പഴയ നാരായണേട്ടൻ, ശങ്കുണ്ണിയേട്ടൻ, കൃഷ്ണേട്ടൻ, പിന്നെ നമ്മുടെ ഭൂമിനാഥൻ, അങ്ങനെ സീനിയറായിട്ടുള്ള എല്ലാ എഡിറ്റർമാരും. ഭൂമിനാഥൻ അന്ന് ആരുടെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു 7-8 എഡിറ്റിംഗ് റൂംസ് ഉണ്ട്. അവിടെ ഇങ്ങനെ കടകടാന്ന് സൗണ്ട് കേൾക്കും. അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ ബുക്കുകളൊക്കെ ഇരിപ്പുണ്ട്. അന്നത്തെ OK റിപ്പോർട്ട്, മറ്റേത് മറിച്ചത് കാര്യങ്ങൾ. ഇവരുടെ കയ്യിലൊന്നും ഒരു ചുക്കുമില്ല. അപ്പം അശോക് ഇവിടെ നേരെ വണ്ടി കയറി അങ്ങ് പോയി. അപ്പോൾ ഇതെല്ലാം എടുത്താണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഓരോന്നായിട്ട് അന്ന് ഡബ്ബിങ് തുടങ്ങുകയാണ്. അപ്പോൾ ഡബ്ബിങ്ങിന് ലൂപ്പ് കട്ട് ചെയ്യണം. ഇന്നത്തെ പോലെ ഇങ്ങനെ അടിച്ചാൽ തിരിച്ച് വരത്തൊന്നുമില്ല. ഓരോ ഷോട്ട് ബൈ ഷോട്ട് 1-2 അങ്ങനെ ഇടണം. അപ്പോൾ ഇത് ഇരുന്ന് കട്ട് ചെയ്ത് ഇത് ചുരുട്ടി അപ്പോൾ ഇവർക്കാർക്കും ഇതിലൊന്നും താല്പര്യമൊന്നുമില്ല. ഞാൻ അവിടെ ഇതിരുന്ന് ശങ്കുണ്ണേട്ടൻ്റെ കൂടെ ഇരുന്ന് അപ്പോൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു റീല് നമ്മുടെ ഇടുന്നതിൻ്റെ ഇടയിൽ ഒരു റീല് ജോഷിയേട്ടൻ്റെ, ഒരു റീല് ശശികുമാറിൻ്റെ, ഒരു റീല് രാജശേഖരൻ സാറിൻ്റെ, ഇങ്ങനെ ഓരോ പടങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പം അവരൊക്കെ മാറുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റീൽ എപ്പോഴെങ്കിലും നമ്മുടെ ഇടത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇതൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയാണ് അവരവിടെ കണ്ടത്. അത് മാത്രമല്ല വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഫുൾ ടൈം നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ആ AVM എഡിറ്റിങ്ങിൻ്റെ വെളിയിൽ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വലിയ താരങ്ങൾ വന്നിറങ്ങണം, അവിടെ ഷൂട്ട് ചെയ്തിറങ്ങും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഫ്ലോറിൽ പോയി വായി നോക്കി. ഞാനും ലാലും കൂടെ ഞങ്ങളുടെ പരിപാടി ഇതായിരുന്നു. കമൽഹാസൻ്റെ ഷൂട്ടിങ്, അവിടെ ഷൂട്ടിങ്. അപ്പോൾ ഇത് കാണാൻ പോവുക. അപ്പോൾ ഈ പ്രിയനും കൂടെ വരും, പക്ഷേ ഇവൻ എൻ്റെ സംസാരിക്കില്ല, എന്നോട് സംസാരിക്കും. അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഡബ്ബിങ്ങിന് ചെല്ലുന്നു. അപ്പം 3-4 ദിവസം ഇതായി. അപ്പം സംസാരമൊന്നും ആരുടെ അടുത്തില്ല. അപ്പം ഞാനും ഉണ്ടായിരുന്നു അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഡബ്ബിങ് തുടങ്ങാൻ സമയത്ത് നമ്മുടെ കുളത്തുപുഴ രവിയാണ് ഡബ്ബിങ്ങിനായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ ഭാഗ്യലക്ഷ്മി അന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ പാവാടയൊക്കെ ഇട്ട് ഭാഗ്യലക്ഷ്മി, പിന്നെ അമ്പിളി,
രവിയേട്ടൻ, കുളത്തപ്പുഴ രവി, അന്ന് മ്യൂസിക് ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനെ വന്ന് ഓരോ ലൂപ്പ് ഇടുമ്പോഴത്തേക്ക് നോക്കിയിട്ട് ഡയലോഗില്ല, സ്ക്രിപ്റ്റ് ഇല്ലല്ലോ ഇവരുടെ കയ്യിൽ, സ്ക്രിപ്റ്റൊന്നും ഇല്ല. രാവിലെ കയറി അപ്പോൾ ഇയാൾ സ്ക്രിപ്റ്റ് എവിടെ? അപ്പം ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നേരെ ചെന്ന് വലിയ സ്ക്രീനല്ലേ, സ്ക്രീനിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ലിപ്പ് നോക്കി പിടിക്കുക. അപ്പോൾ അപ്പം എനിക്കാണെങ്കിൽ ഇത് മുഴുവൻ കാണാൻ പാടാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാൻ പതുക്കെ പറഞ്ഞു കൊടുത്തു തുടങ്ങി. അപ്പം പുള്ളിക്കും വലിയ സന്തോഷമായി. അങ്ങനെ അതിക്രമിച്ച് കയറി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് ഓരോ ഡയലോഗ് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് ഒരു ദിവസം മുഴുവൻ എടുത്താൽ ഒരു സെൻറ്റൻസ് പറയാൻ ഒക്കില്ല. ഈ കംപ്ലീറ്റ് സാധനവും നമ്മളിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പം പിന്നെ സംസാരമായി. പിന്നല്ലാതെ പിന്നെ അവിടെ ഇരുന്നോണ്ട് ഇപ്പോഴും ഞാൻ പറയും, പ്രിയന് സമ്മതിക്കുമല്ലോ, പിന്നെ ഞാൻ വെട്ടിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്നുണ്ട്. ഞാൻ ഈ തിരനോട്ടത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ, പിന്നെ ഞങ്ങൾ ഭയങ്കര ഇതായത് സിനിമ കാണാൻ പോക്ക്, അത് ഇത് എല്ലാം പഴയ രീതിയിലായി. ഓരോ കാലത്തും ഊഷ്മളതയാർന്നൊരു കൂട്ടുകെട്ട് മലയാള സിനിമയിലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രിയൻചേട്ടൻ, സുരേഷ് ചേട്ടൻ, ലാലേട്ടൻ, അങ്ങനെ അതുപോലെ തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ IV ശശി, ദാമോദരൻ മാഷ്, അങ്ങനെ കാലാകാലങ്ങളിൽ ശരിക്കും ഓരോ കൂട്ടുകെട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, അവരൊരു ഗ്രൂപ്പ്. എത്രത്തോളം ഈ കൂട്ടുകെട്ട് സിനിമയെ സപ്പോർട്ട് ചെയ്യും, സഹായിക്കും? തീർച്ചയായിട്ടും ഒത്തിരി സഹായിക്കും. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടുകെട്ട് പോലെ എല്ലാവരും, ഇപ്പം ദാമോദരൻ മാഷും ശശിയേട്ടനൊക്കെ സിനിമയിൽ വന്നതിന് ശേഷമാണ് കൂട്ടുകെട്ടുണ്ടായത്. വിനീതും നിവിൻ പോളിയും ചിലപ്പോൾ അവർക്ക് നേരത്തെ അറിയാമായിരിക്കും, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഞാനും ലാലും 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചാണ്. ഞങ്ങളുടെ തൊട്ട് സീനിയറായിട്ടാണ് ആ ഷോ പഠിക്കുന്നത്, പ്രിയം പഠിക്കുന്നത്. ഞങ്ങളെല്ലാം ഒരു സ്കൂളിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ വന്ന് പിന്നെ കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്നു, സിനിമയിൽ വരുന്നു, സിനിമയിൽ ഒരുമിച്ച് സിനിമ ചെയ്യുന്നു, സിനിമ ഉണ്ടാക്കുന്നു, സിനിമ ഉണ്ടാക്കാനായിട്ടുള്ള തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഒരുമിച്ച്. ഇതിൻ്റെ അകത്ത് സിനിമയ്ക്കകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യം, ഇത്രയും ഊഷ്മളതയാർന്ന ഒരു കൂട്ടുകെട്ടില്ല എന്ന് തന്നെ പറയാം. കാര്യം ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും പൂച്ചയ്ക്കൊരു മൂക്കുത്തി. എന്തൊരു സിനിമ, ഇന്നും ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഏത് മൂഡിലും നമുക്കിരുന്ന് കാണാം. പൂച്ചയ്ക്കൊരു മൂക്കുത്തി ശരിക്കും ഞങ്ങൾ ഈ തിരനോട്ടത്തിൻ്റെ ഇത് നടക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പ്രിയൻ്റെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാം, ഞാൻ അത് എപ്പോഴെങ്കിലും നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങൾ പിന്നെ പോയത് വേറൊരു തമിഴ് പടത്തിലേക്കാണ് പോയത്. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇത് ഫസ്റ്റ് കോപ്പിയാക്കി ഈ പടമൊക്കെ തീർത്ത് തിരനോട്ടം തീർത്തിട്ട് തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്ന് വീണ്ടും ഞങ്ങൾ കോഫി ഹൗസാണ് ഞങ്ങളുടെ ഒത്തുകൂടലിൽ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശരി ഒരു തമിഴ് സിനിമ എടുക്കാമെന്ന്. തമിഴ് സിനിമയെക്കുറിച്ച് അത് അശോക് കൊണ്ടുവന്ന ഒരു പ്രപ്പോസലാണ്. അശോകിന് തമിഴ് സിനിമ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തമിഴ് സിനിമയിൽ നമ്മൾ തമിഴ് പേപ്പർ പോലും കണ്ടിട്ടില്ല. അപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് പ്രിയൻ്റെ ഒരു കഥയുണ്ട്, അതിൻ്റെ അകത്ത് നല്ലൊരു തീം. അപ്പോൾ ആ കഥ വെച്ച് ഒരു സിനിമ ചെയ്യാം എന്നും പറഞ്ഞിട്ട്, അപ്പോൾ അശോക് പറഞ്ഞതെന്ന് വെച്ചാൽ ബാബു ചേട്ടൻ രാജീവ് നാഥിൻ്റെ ഫ്രണ്ടാണ് വിജയൻ എന്ന് പറഞ്ഞ പഴയ നടൻ. അപ്പോൾ വിജയനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാം. അപ്പോൾ വിജയനെ കാണാനായിട്ട് ഞങ്ങൾ മദ്രാസിൽ പോന്നു. അദ്ദേഹം ഡേറ്റ് തരാമെന്ന് പറഞ്ഞു കഥ കേട്ടിട്ട്. അങ്ങനെ അഡ്വാൻസും കൊടുത്ത് തിരിച്ചു പോരുന്നു. അപ്പം എന്നെ പിടിച്ചങ്ങ് പ്രൊഡ്യൂസറാക്കി. നമ്മൾ വലിയ കോടീശ്വരൻ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബ്രദർ MRC മേനോൻ, അദ്ദേഹം ഇപ്പോൾ എല്ലാം മരിച്ചുപോയി. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളൊരു ദിവസം എറണാകുളത്ത് ഇതിൻ്റെ കാര്യത്തിന് ചോദിച്ചാൽ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ പോയ കൊച്ചിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് പൈസയൊക്കെ ഞാനും തരാം എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം അപ്പം അശോക് പറയണമെന്ന് വെച്ചാൽ ഇത് റെക്കോർഡിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആൾക്കാർ ഇങ്ങനെ ഒന്ന് പറിച്ച് എടുത്തോണ്ടോ വാങ്ങിക്കൊണ്ട് വന്നൊക്കെ പറഞ്ഞു. കരയെ തൊടാതെ അലയുക. അങ്ങനെ ഈ പടത്തിൻ്റെ കാര്യങ്ങളായി ഞങ്ങൾ പിന്നെ ദിവസവും ട്രിപ്പ് അങ്ങോട്ടാണ്. ഞങ്ങൾ പോകുമ്പോൾ ഈ ഒരുമിച്ചാണ് എല്ലാവരും കൂടെ പോകുന്നത്. ഈ കരയെ തൊടാതെ അലയെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഈ സിനിമയുടെ പേര് ഇന്നതായിരിക്കണം എന്നൊക്കെ ചിന്തിച്ചു? അല്ല, അതിൻ്റെ അകത്ത് പ്രിയൻ സ്ക്രിപ്റ്റ് എഴുതിയൊരു മുത്തുഭാരതി എന്നും പറഞ്ഞ അവിടുത്തെ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. അയാളാണ് ഇത് വന്നിരുന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്ന് താമസിച്ച് അവിടെ ഇരുന്ന്, അന്ന് ഹോട്ടലൊന്നും അവിടെ വന്നിരുന്ന് സ്ക്രിപ്റ്റൊക്കെ എഴുതി. അങ്ങനെ ഇത് അയാൾ തന്നെയാണ് ഇതിനൊരു പേരൊക്കെ ഇട്ട് ഇതിൻ്റെ റെക്കോർഡിങ് ഒരു 1980 ചിങ്ങമാസം 1-ാം തീയതി, ഓഗസ്റ്റ് 17 ഇതിൻ്റെ റെക്കോർഡിങ് വെച്ചിരിക്കുകയാണ്. റെക്കോർഡിങ് ഒക്കെ ഒന്ന് രാവിലെ പോയി റെക്കോർഡിങ് ഒക്കെ നടത്തുന്നു.
ഞങ്ങൾ അതിൻ്റെ തൊട്ട് ഒരു 3 ദിവസം മുമ്പാണ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കളുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ലാലിൻ്റെ കാലൊക്കെ ഒടിഞ്ഞത്. ഒരു ബൈക്കിൻ്റെ പുറകെ പോയിട്ട് പറ്റിയതാണ്. അപ്പോൾ ഈ ലാല് മറ്റേ വടിയും കുത്തി വന്ന് നമ്മുടെ അവിടെ ഇരിക്കുക, ഇവിടെ റെക്കോർഡിങ് നടക്കുന്നത്. നല്ല പാട്ടുകളായിരുന്നു. രവീന്ദ്ര മാഷ് മ്യൂസിക്, മറ്റേ ഗംഗ അമരനാണ് എൻ്റെ പാട്ടൊക്കെ എഴുതി. ഈ മുത്തുഭാരതി എന്ന് പറഞ്ഞ ആളൊക്കെ പാട്ട് എഴുതി. ഈ പാട്ട് എഴുതി നമ്മൾ രാവിലെ എല്ലാവരും പൂജയ്ക്ക് വരുന്ന ഞാൻ നോക്കിയിട്ട് ഒരാളെ പോലും കാണില്ല. സേലത്തുനിന്ന് വരും, മറ്റേ കൃഷ്ണഗിരിയിൽ നിന്ന് വരും, രാമനാട്ടിൽ നിന്ന് വരും, മധുരയിൽ നിന്ന് വരുന്ന ഒരാളെ കണ്ടില്ല. ഞങ്ങൾ 5-6 പേരുണ്ട്. അവസാനം എന്താ ഞങ്ങൾ പോയി അവസാനം ഒരു ഫൈനാൻസറൊക്കെ കണ്ട് അയാൾ കുറേ പൈസ തരാമെന്ന്. അയാൾ പറഞ്ഞു നിങ്ങൾ കുറച്ച് കാശും കൂടെ കൊണ്ടുവന്ന് എൻ്റെ എത്താം, അപ്പം ഞങ്ങൾ ബാക്കി പൈസ തരാമെന്ന്. അങ്ങനെ പോയി കുറേ കാശും കൂടെ കൊണ്ടുവന്ന് കുറേ അയാളുടെ കൊടുത്തു. ഇയാൾ ലാസ്റ്റ് മൊമെൻറ്റ് ഷൂട്ടിങ്ങിന് എല്ലാവരും പോയി ഷൂട്ടിങ്ങിന് പോക്കാമെന്ന് പറഞ്ഞ് എല്ലാ ഷൂട്ടിങ്ങിന് ഇവിടെ ആൾക്കാർ വരുന്നു, യൂണിറ്റ് പോകുന്നു, എല്ലാം റെഡിയായി. അപ്പോൾ അവിടുന്ന് ആൾക്കാർ പോകും. അപ്പം പോകുന്നതിൻ്റെ അന്ന് പൈസ തരാമെന്നാണ് ഫൈനാൻസർ പറഞ്ഞത്. അയാളുടെ പേര് നാഗരാജൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ പോകുന്നതിന് വൈകിട്ടായപ്പോഴത്തേക്ക് ഇയാൾ വിളിച്ചു പറയാണ്, അത് നിങ്ങൾ ഷൂട്ടിങ് മാറ്റി വെച്ചിടുங்க, ഇപ്പോൾ നടക്കാതെ. അയ്യോ, ഇന്ന് വൈകിട്ട് 6 മണി 4 മണിക്കാണ് വിളിച്ചു പറയുന്നത്. 6 മണിക്ക് യൂണിറ്റ് കംപ്ലീറ്റ് എല്ലാവരും പോകണം. നമ്മളെങ്ങനെ എന്താവും, തകർന്നു പോവല്ലേ, പൈസയും പോയി, എല്ലാം പോയി. ആകെ നമ്മൾ വല്ലാത്തൊരു അവസ്ഥ, ഒറ്റപ്പെട്ടു. ഞാൻ ആ സമയത്ത് ലാല് വേറെ ഷൂട്ടിംഗ് ഉണ്ട്, അശോക് ഫ്ലൈറ്റ് ഇറങ്ങി വന്ന്, പ്രിയ വന്ന്, എല്ലാവരും വന്ന്, ഞാൻ ഒറ്റയ്ക്ക് സ്വാമി ശാജി ഒന്ന് ആലോചിച്ചു. നമ്മുടെ പ്രായം അത് ദൈവാധീനം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. വേറെ വല്ലവരും ആണെങ്കിൽ ആ സമയത്ത് പോയി വേറെ ആത്മഹത്യ ചെയ്യാനേ പറ്റുള്ളൂ. അത്ര വല്ലാത്ത സിറ്റുവേഷൻ ആയിട്ട്. അതാണ് പറഞ്ഞത്, അതുപോലെ ആയിപ്പോയി. കരയെ തൊടാതെ ഇത് കര തൊട്ടുമില്ല, നമ്മൾ വെള്ളത്തിൽ ആയിപ്പോയി. വീട്ടുകാരെങ്ങനെ കൊച്ചച്ഛൻ കുറച്ച് പൈസ തന്നപ്പോൾ വീട്ടുകാരെങ്ങനെ കൺവിൻസ് ചെയ്തു? അല്ല, തിരിച്ച് ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് ഒരു രക്ഷയില്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ അന്ന് ട്രങ്ക് കോളാണ്. ഇവിടുന്ന് വിളിച്ച് മറ്റേ STD ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. ട്രങ്ക് കോൾ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ ശബ്ദത്തിൽ നിന്ന് അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത്, അപ്പോൾ എൻ്റെ ഈ അമ്മാവൻ, അദ്ദേഹം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടറാണ്, ഡോക്ടർ സുകുമാരൻ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവനെ വിളിച്ച് അമ്മ പറഞ്ഞു എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവൻ എന്നെ അന്വേഷിച്ചത്, ഞാൻ അമ്മാവൻ്റെ മുമ്പിൽ ഇതായി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കണ്ട, പൈസ പോയതൊക്കെ പോയി, അതെല്ലാം പിന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എന്നെ കയറ്റി ഇങ്ങ് വിട്ടു. അമ്മാവനടുത്ത് ബില്ലൊക്കെ ക്ലിയർ ചെയ്ത് എന്നെ ഇവിടെ കയറ്റി വിട്ട് ഭയങ്കര ഷോക്കായി. വീട്ടിലൊക്കെ എല്ലാവരുടെയും മുഖത്ത് നോക്കും. പ്രൊഡ്യൂസറായിട്ട് പ്രൊഡ്യൂസറുടെ കുപ്പായം തപ്പിച്ച് പോയാണ് തിരിച്ച് അത്തപ്പാടിയായിട്ട് ഒന്നും നടക്കാതെ തിരിച്ച്. അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോഴത്തേക്ക് ഞാൻ അച്ഛനെ പോയി കണ്ടത് ഞാനങ്ങ് കരഞ്ഞു. അപ്പം അച്ഛന് നമ്മുടെ സ്ഥിരം ചുമ്മാ ഇരുന്ന് മോങ്ങാതടാ. അപ്പോൾ എനിക്ക് അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ പോയത് പൈസയല്ലേ, ഇപ്പം അതൊക്കെ ഉണ്ടാക്കാം, അതൊരു വലിയ സപ്പോർട്ടാണ്, ഭയങ്കര കോൺഫിഡൻസ്. അച്ഛനും അമ്മയും, വേറെ ഏത് അച്ഛനും അമ്മയാണെങ്കിലും, എൻ്റെ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അന്ന് എൻ്റെ ചേട്ടൻ IAS-ൻ്റെ ഇത് സെലക്ഷൻ കിട്ടി, ഇൻ്റർവ്യൂ കഴിഞ്ഞ് IAS-ന് കിട്ടി. ആ സമയത്താണ് ഞാനിവിടെ. അല്ല, തീർച്ചയായിട്ടും ഒരു സാധാരണ പേരൻസ് ആണെങ്കിൽ കമ്പയർ ചെയ്യും. അതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ചേച്ചിയുടെ കല്യാണം വരുന്നു. ചേച്ചിയുടെ ആഭരണങ്ങളൊക്കെ കൊണ്ട് ഞാൻ പണയം വെച്ച് പൈസ എടുത്ത് അതും പോയി. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയം ഒരു അച്ഛൻ, അപ്പം ചേച്ചിയൊക്കെ നന്നായിട്ട് പഠിച്ച് ചേച്ചിക്ക് ജോലിയായപ്പോഴത്തേക്ക് ലെക്ചറായിട്ട് കിട്ടി. നമ്മൾ ഈ ഗതിയായി ആലോചിച്ച് നോക്കാം. നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്ക് അന്ന് അച്ഛൻ ആ വാക്ക് പറഞ്ഞില്ലായിരുന്നു, ഇത് പോട്ടടാ, ഇത് വീണ്ടും ഉണ്ടാക്കാം, ഇതിനൊന്നും കഷ്ടപ്പെട്ട കാര്യമില്ല. അച്ഛൻ എൻ്റെ അടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ പോയി IPS-ന് പഠി, എൻ്റെ ചേട്ടനെ കണ്ടുപടി, അല്ലെങ്കിൽ ചേച്ചിയെ കണ്ടുപടി, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അച്ഛൻ നോക്കിയതെന്ന് വെച്ചാൽ ഇവൻ്റെ ഇത് സിനിമയായിരിക്കും, അവൻ അതിൽ ഇത് ചെയ്യട്ടെ എന്ന്. അതുകൊണ്ടാണ് സുരേഷ് ഏട്ടനും നല്ലൊരു അച്ഛനാവാൻ പറ്റും. കിറ്റിയും രേവും പറയും, ഞങ്ങളെ ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ടില്ല, ഞങ്ങളെ ഒരിക്കലും അടിച്ചിട്ടില്ല, ഞങ്ങളോടൊരു നോ പറയാത്ത അച്ഛൻ. അതല്ല, അത് പറയാറില്ല. അത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. നമുക്ക് നമ്മുടെ അച്ഛൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അമ്മ സപ്പോർട്ട് ചെയ്യുക, പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട, എങ്ങനെ വേണോ നമ്മൾ പിടിച്ചു കയറി വരും. മലയാളികൾ വളരെ സ്നേഹത്തോടെ നോക്കുന്ന സുവർണ കാലഘട്ടത്തിലെ നായിക, കോലങ്ങളും ഓപ്പോളും ഒക്കെ കണ്ട് മേനക ചേച്ചിയാണ് ഭാര്യ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും മലയാള സിനിമയിൽ കോംപ്ലക്സ് ഇല്ലാത്തൊരു ഭർത്താവ് സുരേഷ് ഏട്ടനാണെന്ന്. മേനക സുരേഷ് ഇപ്പോഴും എല്ലാവരും അങ്ങനെ പറയും. എങ്ങനെയായിരുന്നു സുരേഷ് ഏട്ടൻ? സുരേഷ് ഏട്ടൻ എപ്പോഴെങ്കിലും അത് മാറ്റണം തോന്നിയിട്ടുണ്ടോ? അതെന്താണെന്നറിയോ, ഞാനിപ്പം പല വേദികളിൽ ചെന്നിരിക്കുമ്പോഴും
പലരും എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, രണ്ട് കാര്യം നമ്മൾ സമ്മതിക്കാം. ഒന്ന്, നമ്മൾ എന്നെക്കാട്ടിലും പോപ്പുലറായിട്ടുള്ളത് ഞാനൊരു പ്രൊഡ്യൂസറാണ്, കാട്ടിലും പോപ്പുലറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ പോപ്പുലറേ അല്ല, ഞാനൊരു പ്രൊഡ്യൂസറാണ്, ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പം അവരെക്കുറിച്ച് എന്നെക്കാട്ടിലും കൂടുതൽ കാണാനും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവരുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുക എത്രയോ പേര്. നമുക്കൊന്നും ഒരു കോംപ്ലക്സ് വന്നാറില്ല, നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ നിന്ന് എടുത്തു കൊടുക്കാറുണ്ട് പലർക്കും ഫോട്ടോ കൂട്ടത്തിൽ. അപ്പം ഞാൻ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ പലരും പറയാം, എന്ന് വെച്ചാൽ സുരേഷ് എന്ന് പറഞ്ഞൊരു കോമൺ നെയിമാണ്. എപ്പോഴും ഓരോരുത്തരും ഏത് ബാൽക്കോ സുരേഷ്, അല്ലെങ്കിൽ നമ്മുടെ സ്പോട്ട് സുരേഷ്, അങ്ങനെ സുരേഷ് ഒത്തിരി ഉണ്ട്. നമ്മൾ പഠിച്ചവരെ സുരേഷ് മുറ്റത്ത് മൈന, സുരേഷ് തിരിഞ്ഞു നോക്കി, രണ്ടാം ക്ലാസ്സിൽ. അപ്പം എല്ലാവരും എൻ്റെ പേരിന് മുമ്പിൽ മേനക സുരേഷ് എന്നാണ് എഴുതിയത്. പല പത്രത്തിലും ഞാൻ പങ്കെടുക്കുന്ന ഇതിൽ മേനക സുരേഷ് പങ്കെടുത്തു. ഞങ്ങൾ എപ്പോഴും അത് പറയാറുണ്ട്. കിറ്റി ആദ്യമായിട്ട് സിനിമയിലോട്ട് കീർത്തി വന്നപ്പോൾ സുരേഷ് ഏട്ടൻ എന്തുകൊണ്ടാണ് ഒരു നോ പറഞ്ഞത്? അതോ സുരേഷ് ഏട്ടൻ നോ പറഞ്ഞില്ലേ? അല്ല, അതെന്തെന്നറിയോ, കീർത്തിക്ക് ആദ്യമേ താല്പര്യം ഉണ്ടായിരുന്നു സിനിമയിൽ. അവൾ ഈ കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്ന് അഭിനയവും തകർക്കലും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല, എതിർത്തിട്ടില്ല. അത് ഒന്നും പറഞ്ഞു. അവൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ തന്നെ കുബേരനിൽ അഭിനയിച്ചു, അച്ഛനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ അഭിനയത്തിന് അഭിനയിച്ചു, പൈലറ്റ്സിൽ അഭിനയിച്ചു, എല്ലാം കുഞ്ഞായിട്ടാണ് അഭിനയിച്ചു. അപ്പോൾ അവൾക്ക് അന്ന് താല്പര്യമുണ്ട്, ആ ടാലൻറ്റ് അവൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എൻ്റെ ഇതെന്ന് പറയുന്നത് ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കും, അതുവരെ മിണ്ടരുന്നു. അപ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പപ്പയെടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുന്നു, അച്ഛൻ ഒന്നും ഇത് ചെയ്യുന്നില്ല, മറ്റാണ് വെച്ചാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും വേറൊരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസം, രണ്ടാണ്. ഞാൻ എൻ്റെ മോളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ആൾക്കാർ സുരേഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, സുരേഷ് പടം എടുത്ത് മോളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഞാനങ്ങനെ വരട്ടെ നമ്മളിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് സമയമായപ്പോഴത്തേക്ക് അത് സംഭവിച്ചു എന്നുള്ളതാണ്. ഞാൻ ഒന്നും ആലോചിക്കാതിരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം പ്രിയനും ഞാനിവിടെ ക്ലബ്ബിൽ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഹീറോയിനായില്ല, അത് നടക്കുന്നില്ല, എന്ത് ചെയ്യാനും ആരെങ്കിലും, ഞാൻ നീ ഹിന്ദിയിൽ നിന്നോ അതായത് ഇവിടെ എന്തെങ്കിലും തപ്പിക്കൊണ്ടുപോവാ, അതിൽ പ്രിയനറിയാത്ത ആൾക്കാരേ ഇല്ലല്ലോ, നീ ഹിന്ദിയിൽ ആരെങ്കിലും നോക്ക്. എനിക്കറിയാവുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അല്ല, അങ്ങനെയല്ല എടാ, അങ്ങനെയല്ല, ഇവിടെ ഒരു കൊച്ചുണ്ട്, പക്ഷെ അവൻ്റെ തന്ത സമ്മതിക്കില്ല. നീ പറ, ഞാൻ സംസാരിക്കാം, തന്ത നീ തന്നെ. ശരി. അപ്പോഴാണ് പിന്നെ ഞാൻ നീ ഒന്ന് ആലോചിക്കുക, നീ എന്നിട്ട് പറയാമെന്നിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു. അതൊരു, അപ്പം ഞാൻ വിചാരിച്ചെന്തെന്നറിയാം, അതൊരു നിമിത്തമാണ്. ഞാൻ ചിന്തിച്ചു പോലും ഇല്ലാത്ത കാര്യം പ്രിയൻ എൻ്റെ അടുത്ത് പറയും, അതൊരു നല്ല ഓപ്പണിംഗ് ആയിട്ട്, അതും ഡബിൾ റോള്. ഞാൻ പ്രിയ അതെങ്ങനെ പറ്റുമോ, ഒക്കെ പറ്റുമോ, അതൊക്കെ ഞാൻ ചെയ്യിച്ചോളാം, നീ സമ്മതിച്ചാൽ. ഞാൻ നിനക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത്. നീ പപ്പയെടുത്തൊന്നും പറയണ്ട, ഞാൻ വന്ന് രാവിലെ പറഞ്ഞോളാം. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പം വീട്ടിൽ ഇരുന്ന് പപ്പയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് വന്നത്. അപ്പം അത് നമ്മൾ എപ്പോഴും അങ്ങനത്തെ സാധനം നമ്മൾ തേടി എത്തും. അപ്പം അത് ഞാനും പ്രതീക്ഷയല്ല, അത് ദൈവാധീനമായിട്ട്. അപ്പം ഇതാണ് അവരുടെ വഴി എന്ന് അവൾക്ക് നേരത്തെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നടക്കുന്നു. പക്ഷേ കിറ്റിക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര തിരക്കായി, തമിഴും തെലുങ്കും ഒക്കെ ആയിട്ട് ബാക്ക് ടു ബാക്ക് തിരക്കായി. നല്ലൊരു നടിയായി, വലിയൊരു നടിയായി മാറി. ഓരോ ലെവലിൽ നന്നായി വരട്ടെ. ഇത്രയും സിനിമ നോക്കി, ഇത്രയും കാലം സിനിമയോടൊപ്പം യാത്ര ചെയ്തു, ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് സംഭാവന ചെയ്തു. എപ്പോഴാണ് നമുക്കും ഇവിടെ ഒരു ഫിലിം അക്കാഡമി വേണം എന്ന് തോന്നാൻ തുടങ്ങി സുരേഷ്? അതായത് ഞാൻ ഒരു ഫിലിം സ്റ്റുഡിയോ എനിക്ക് എൻ്റെ മനസ്സിലെ സ്വപ്നമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കിൻഫ്രയിൽ സ്ഥലം എടുത്ത് അത് പ്രൊമോട്ട് ചെയ്തത് ഞാനും കൂടെ ചേർന്നിട്ടാണ്. ഞാനും സുരേഷ് ഗോപിയും കൂടെ ചേർന്നിട്ടാണ് പ്രൊമോട്ട് ചെയ്തത്. അതിലാദ്യം അലോട്ട് ചെയ്ത സ്ഥലം എനിക്കാണ്. ഞാൻ തന്നെ പോയി ഒരു സ്ഥലം നോക്കി എടുക്കുകയായിരുന്നു. അന്ന് എൻ്റെ മനസ്സിൽ അവിടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ തുടങ്ങണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്ന എൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോഴത്തേക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോയ്ക്ക് ഒത്തിരി സ്റ്റുഡിയോകളായി. ഡിജിറ്റലിലേക്ക് വിസ്മയ ലാലിനെ കൊണ്ടുവന്ന ഞാനാണ്. അവിടെ വിളിച്ചുകൊണ്ട് വന്ന ലാല്, പ്രസാദ് ലാബ് എല്ലാവരെയും കൊണ്ടുവന്ന ഞാനാണ്. അതിന് മുമ്പേ സുരേഷ് ഇപ്പുറത്ത് പ്രോപ്പർട്ടി വാങ്ങിച്ചു. അപ്പോൾ ലാലിനെ അവിടെ കുറേ പേര് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാലിനെയും കൂടെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ലാലൊരു സ്ഥലം എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്ത്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നിട്ട് കുറച്ച് കാലം ആയപ്പോഴത്തേക്ക് ഇത് മാത്രമായിട്ട് ഓടില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് ഇതിൻ്റെ അകത്ത് കൂടെ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ശരി നമുക്കൊരു
ഫിലിം അക്കാഡമി തുടങ്ങാം, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഫെസിലിറ്റീസൊക്കെ വെളിയിൽ കൊടുക്കുകയും ചെയ്യാം, യൂസ് ചെയ്യാൻ കുട്ടികൾക്കും അത് ഇതാവും. രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് നമുക്ക് ഇതായിട്ട് കൊണ്ടുപോകാതെ അങ്ങനെയാണ് ആശയം വരുന്നത്. കൂടാതെ എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ ഗണേഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിയും കൂടെ പൂനെയിലുള്ള, പുള്ളിയും കൂടെ എൻ്റെ കൂടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ധൈര്യമായി. അങ്ങനെയാണ് ഞങ്ങളിത് ഇങ്ങനൊരു വീണ്ടും ഒരു ഗോൾഡൻ ഇറ തിരിച്ചു വരട്ടെ, മലയാള സിനിമ എന്താ പറയണ്ടേ, വീണ്ടും ഉന്നതി പ്രാപിക്കട്ടെ. നല്ലൊരു ഇൻ്റർവ്യൂ. താങ്ക് യു സോ മച്ച് സുരേഷ് ഏട്ടാ. കാര്യം ഒരുപാട് ഫോമൽ, എനിക്കറിയില്ല എന്തൊക്കെ ചോദിക്കണമെന്ന്, അത്രയും ക്ലോസ് ആയിട്ടുള്ള സുരേഷ്. സംസാരിച്ചാൽ നമ്മൾ 1 മണിക്കൂർ സംസാരിച്ചു. താങ്ക് യു സോ മച്ച്.